മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂരിലെ മട്ടന്നൂരിൽ ഭീതി പടർത്തി ജനവാസ മേഖലയിൽ ഇതാ കാട്ടുപോത്ത് ഇറങ്ങിയിരിക്കുന്നു. 4 ദിവസമായി കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ചുറ്റിക്കറങ്ങുകയാണ്. കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. മയക്കുവെടി വെച്ച് അതിനെ വരിഞ്ഞു കെട്ടി കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നാണ് മനസ്സിലാക്കുന്നത്. ഫെലിക്സ് വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, എപ്പോഴാണ് മയക്കുവെടി വയ്ക്കാൻ കഴിഞ്ഞത്? എങ്ങോട്ടേക്കാണ് കൊണ്ടുപോവുക? എന്താണ് വിവരം? ദിവിഷ്, ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ചത്. മട്ടന്നൂർ കൊളപ്പ എന്ന സ്ഥലത്താണ് ഇപ്പോൾ കാട്ടുപോത്തിനെ ഏറ്റവും ഒടുവിലായി കാണുകയും അതിനെ മയക്കുവെടി വെക്കുകയും ചെയ്തു. ഇപ്പോൾ JCB ഉപയോഗിച്ച് അതിനെ കെട്ടി അതിനെ ആനിമൽ ആംബുലൻസിലേക്ക് മാറ്റുകയാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ. പിന്നീട് വനത്തിലേക്കോ മറ്റോ തുറന്നു വിടാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 4-5 ദിവസമായി ഈ മട്ടന്നൂർ മേഖലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ടായിരുന്നു. അത് സ്വയം കാട് കയറുമെന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെയല്ല. ജനവാസ മേഖലയിൽ തന്നെ തമ്പടിച്ചു. റോഡിലും വീടുകൾക്ക് മുൻപിലേക്കും ഒക്കെ തന്നെ ഈ വാഹനങ്ങളുടെ മുന്നിലേക്കും ഈ കാട്ടുപോത്ത് എത്തുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ വലിയ ആശങ്കയും ഭീതിയും ജനങ്ങൾക്കുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ വെറ്റിനറി സർജൻ എത്തി. അല്പം മുമ്പ്, അരമണിക്കൂർ മുമ്പ് മയക്കുവെടി വെച്ചു. ഈ കാട്ടുപോത്ത് മയങ്ങി. അതിനെ കയറുകൊണ്ട് കെട്ടി. അതിനുശേഷം ഇവിടെ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആനിമൽ ആംബുലൻസ് ഇവിടേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിലേക്ക് ആനിമൽ ആംബുലൻസിലേക്ക് ഈ മയക്കുവെടി വെച്ച് കാട്ടുപോത്തിനെ കയറ്റുക എന്നതാണ് ഇനി പ്രധാനപ്പെട്ട ദൗത്യം. ആ ദൗത്യത്തിലേക്കാണ് നീങ്ങുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാവരും സ്ഥലത്തുണ്ട്. വെറ്ററിനറി സർജൻ അടക്കമുള്ളവർ നേരത്തെ തന്നെ എത്തി. മയക്കുവെടിക്കുള്ള, അതായത് ഇതൊരു വനപ്രദേശമൊന്നുമല്ല, ജനവാസ മേഖലയോട് ചേർന്നൊരു പ്രദേശമാണ്. ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഈ കാട്ടുപോത്തിനെ ഇപ്പോൾ മയക്കുവെടി വെച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ഇവിടെ നിന്നും ആനിമൽ ആംബുലൻസിലേക്ക് മാറ്റുക, പിന്നീട് വനത്തിലേക്ക് കയറ്റിവിടുക എന്നതാണ്. ഇതിന് തൊട്ടടുത്തായി വനമേഖല ഒന്നും തന്നെ ഇല്ല. ഒരുപക്ഷെ ആറളത്തു നിന്നോ അല്ലെങ്കിൽ കണ്ണവം വനമേഖലയിൽ നിന്നോ, അതൊക്കെ കുറേ ദൂരമുള്ള സ്ഥലമാണ്. അവിടെ നിന്നും ഈ മട്ടന്നൂർ നിന്നും ഇരിക്കൂറിലേക്കുള്ള റോഡിൽ കൊളപ്പ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇപ്പോൾ ഈ കാട്ടുപോത്തിനെ കാണുകയും അതിനെ മയക്കുവെടി വെച്ച് പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ ഫെലിക്സ്? ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയുന്നില്ല. അതായത് ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി നമുക്കിപ്പോൾ അറിവില്ല. വലിയ കാട്ടുപോത്ത് തന്നെയാണ്, നല്ല പ്രായമുള്ള കാട്ടുപോത്താണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അവശതകളോ മറ്റോ ഉള്ളതായി അറിയില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെ മയക്കുവെടി വെച്ചതിന് ശേഷം ഇവിടെ നിന്നും ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റാൻ ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. മറ്റ് അവശതകളൊന്നും ഇല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഒക്കെ എല്ലാവരും സ്ഥലത്തുണ്ട്. അവരാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. അതായത് ഇങ്ങനെയൊരു സ്ഥലത്ത്, ഒരു ജനവാസ മേഖലയാണ് ഈ, അതായത് ഇപ്പോൾ എന്തായാലും ആളുകളുടെ ആശങ്കയ്ക്ക് അവസാനമായിരിക്കുന്നു. അതിനെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞു. അതിനെ പിടികൂടി അവിടുന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വനവകുപ്പ് സംഘവും ഉള്ളത്.